ഡോക്ടറെ അടുത്തേക്ക് തീരുമാനത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുക. ഡോക്ടർ പറയുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ആൻറ്റിബയോട്ടിക് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ നിർബന്ധിച്ച് വെറുതെ ആൻറ്റിബയോട്ടിക് എഴുതിക്കാതിരിക്കുക. കാരണം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡോക്ടറോട് നിർബന്ധിച്ച് ഒരു 10 വട്ടം പറഞ്ഞാൽ അയാൾ എഴുതി പോകും. കാരണം എന്താ വെച്ചാൽ ആർക്കും റിസ്ക് എടുക്കാൻ വയ്യ. കാരണം നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇപ്പോൾ ഈ ചെറിയതായിട്ട് തുടങ്ങുന്ന അസുഖങ്ങൾ പിന്നീട് വലുതായിട്ട് മാറാം. അപ്പോൾ ഏതൊരു അസുഖവും എവിടേക്ക് എത്തില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ സമയത്ത് പിന്നീട് വന്നിട്ട് ഞാൻ നിങ്ങളോട് അന്ന് ആൻറ്റിബയോട്ടിക് എഴുതാൻ പറഞ്ഞില്ല, അത് നിങ്ങൾ എഴുതിയില്ലല്ലോ, അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെ ആയത് എന്നൊക്കെ പറഞ്ഞ് വരുമെന്ന് പേടിച്ചിട്ട് ഡിഫൻസീവ് പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആൻറ്റിബയോട്ടിക് അതാണ് ഇതിൽ വേറെ പ്രശ്നം. ഏതൊരു അസുഖവും ഇപ്പോൾ അസുഖങ്ങൾ തുടങ്ങുന്ന ഒരു വൈറൽ ഇൻഫെക്ഷൻ ആയിട്ടായിരിക്കും, ഒരു റണ്ണിങ് നോസ് ആയിട്ട് തുടങ്ങും. ആ സമയത്ത് ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഡോക്ടർമാർ ആൻറ്റിബയോട്ടിക് എഴുതൂല. സിംറ്റം പക്ഷേ സെയിം ആയിരിക്കും. സിംറ്റം പക്ഷേ ചുമയുണ്ടാവും, ഒരു ചെറിയ പനി ഉണ്ടാവും, മൂക്കടപ്പ്, ശ്വാസം തിങ്ങൽ പോലെ തോന്നും. പക്ഷെ അങ്ങനെ എഴുതൂല. കുട്ടികൾക്ക് സാധാരണ രൂപത്തിൽ പീഡിയാട്രിഷ്യന്മാരാണ് ഈ കഫക്കെട്ട് എന്നുള്ള പദം ഒരു പക്ഷേ ഫിസിഷ്യന്മാരെക്കാളും കൂടുതൽ കേൾക്കുക. നമ്മളെടുത്ത് വരുന്ന ഒപ്പിയിൽ വരുന്ന ഏകദേശം എല്ലാ കുട്ടികൾക്കും കഫക്കെട്ടുണ്ട്. 80%. അതെ, എല്ലാ കുട്ടികൾക്കും കഫക്കെട്ടാണ് ഉണ്ടാവുക. അത് അങ്ങനെയാണ്, മെയിൻ കംപ്ലയിൻ്റ് അതായിരിക്കും. അപ്പോൾ അതിലെ കഫക്കെട്ട് പിന്നെ നമ്മുടെ ഡ്യൂട്ടിയാണ് ഇത് എന്ത് കഫക്കെട്ടാണ്, അതായത് മൂക്കടപ്പ് കഫക്കെട്ടാണോ, ശരിക്ക് നമ്മൾ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് ശരിക്കും വലിയ ന്യൂമോണിയ ഉണ്ടോ, പിന്നെ അതല്ല നേരത്തെ പറഞ്ഞ ഒരു വലിവ് ശ്വാസം മുട്ട് ടൈപ്പ് സാധനമാണോ, കുഞ്ഞു കുട്ടികൾ 5 മാസം 6 മാസമുള്ള കുട്ടികൾക്ക് നമ്മൾ ബ്രോങ്കിയോളൈറ്റിസ് എന്ന് പറയുന്ന ടൈപ്പ് സാധനമാണോ, ഇത് നമ്മളെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനെപ്പറ്റി സമൂഹത്തിന് കുറച്ചുകൂടി അവബോധം ശരിക്കും വേണം.